ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു പുൽക്കൂടിൻ്റെ റിവ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. നമ്മൾ ഈ വേലി മുള കൊണ്ടാണ് കെട്ടി വെച്ചിരിക്കണം. ഇത് കെട്ടിയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം വണ്ടിയൊക്കെ കൊണ്ടിടുമ്പോഴത്തേക്ക് ഈ സൈഡിലെവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് ആളുകൾ നടക്കുമ്പോൾ ഇതിനകത്തോട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ ഈ പുല്ലെല്ലാം പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കണം. പിന്നെ ഇതാ ഈ ഭാഗത്ത് നമ്മളൊരു എൻട്രി കൊടുത്തിട്ടുണ്ട്. അതാ ഈ കമ്പും ഈ താഴ്ത്തിലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കയറാൻ കണക്കിനുള്ള ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മൾ കല്ലിട്ട് കൊടുത്തിട്ടുണ്ട് തറയിൽ. ഇതിൽ കൂടെ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ഈ മണ്ണ് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം ഇതെല്ലാം പുറകിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ കല്ലെടുത്തിട്ട് ചഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ അതാ ഈ ഭാഗത്ത് മുള വച്ചിട്ടുണ്ട്. കാരണം അവിടെ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇതിനകത്ത് ഉണ്ണിയേശുവിനെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ ചവിട്ടുമ്പോഴത്തേക്കും ഇത് ഫുള്ള് മണ്ണ് എടുത്തിട്ടായതുകൊണ്ട് താന്നു പോകും. നമുക്ക് അല്ലാത്തൊരു പോർഷനിൽ ഞാൻ കാണിച്ചിരുന്നത് കണ്ട, ഇങ്ങനെ ചവിട്ടുമ്പോൾ ഇങ്ങനെ പോകും. അതിന് പകരമാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ മുള എടുത്ത് വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ മിക്ക സ്ഥലങ്ങളിലും പുല്ല് പൊടിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് പൊടിച്ചിട്ടുള്ളത്. പൊടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ തന്നെ ഇട്ടതാണ്, ഒന്നും പൊടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഇത് മെയിനായിട്ട് സെറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഫുള്ള് ചെളിയാണ്. ചെളി ഇട്ട് വെച്ചിട്ട് നമ്മൾ ഫുള്ള് ഇതിനകത്ത് തീ ഇട്ടാണ് ഈ ഒരു ഡാർക്ക് ഫീൽ കൊണ്ടുവന്നത്. എന്നുവെച്ചാൽ ഫുള്ള് കരിച്ച് ഇതിൽ നമുക്കിതാ ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം. നമ്മളിതാ ഇവിടെ കെട്ടിയമ്പിയൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ കെട്ടിയമ്പിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗമൊക്കെ നമ്മളിങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ രീതിക്കാക്കാൻ വേണ്ടി ഇടയ്ക്കെന്നുള്ള പീസുകളൊക്കെ നമ്മൾ ഇളക്കിയിട്ടാണ് നമ്മൾ തീയിട്ടത്. ആകുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തൊക്കെ കറക്റ്റ് നമ്മൾ അകത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ വെടിച്ച ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് വന്ന് വെള്ളം തെളിച്ചിട്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ മേളിൽ ടാർപ്പ് ഇട്ടിരുന്നു മഴ നനയാക്കാൻ വേണ്ടി. അതൊന്ന് മാറ്റി കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ നോക്കുകയാണെങ്കിൽ കുളം നമ്മൾ ചെറിയൊരു ചരിച്ചൊരു രീതിയിലാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ റൗണ്ടാണ് എടുക്കുന്നത്, ഇപ്പം മാറ്റിയാണ് എടുക്കുന്നത്. എന്നിട്ട് അതിനകത്ത് നമ്മൾ 1 കിലോ ടാർപ്പ് ഇട്ട് അതിനകത്ത് വെള്ളം നിറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേളിൽ മണ്ണിട്ടാണ് കേട്ടോ നമ്മൾ നടത്തിക്കുന്നത്. പിന്നെ കുളത്തിനകത്തുള്ള ആ ഒരു ലുക്കൊന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇല നേരത്തെ കൊണ്ടുവന്നിട്ടിരുന്നു. ഇതിനകത്ത് ഈ വെയിലടിക്കുന്ന മീനുകൾക്ക് ഇവിടെ നിന്ന് ചാടിക്കൊണ്ടിരുന്നത്, അതിനൊക്കെ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇലയൊക്കെ ഇട്ടിരുന്നു. അതിൻ്റെ ഇലയാണ് നമ്മൾ കൊണ്ടെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ഫീലുണ്ട് കാണാൻ. നേരത്ത് ഒരു പച്ച കളറിലുള്ള ഒരു വെള്ളം ആയിട്ട് തോന്നും നമുക്കിവിടെ നോക്കുമ്പോൾ. നമ്മളിതെല്ലാം ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കുർബാന കഴിയുമ്പോഴാണ് അച്ഛൻ കൊണ്ടുവന്ന് ഇതിൻ്റെ ഇടയിൽ ഉണ്ണിയേശുവിനെ വയ്ക്കുന്നത്. അതുവരെ മാതാവ്, ഔസേപ്പിതാവ്, രാജാവ്. ഈ രാജാവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ജ്ഞാനികളാണ്. അത് ആട്ടിടയൻ. ഇത് ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്ന മൃഗങ്ങളെയൊക്കെ ഇവിടുത്തെ തൊഴുത്തില്ല ജീവനക്കാർ, അങ്ങനെയൊക്കെ പറയാം. ആട്ടിടയന്മാർ മാറ്റി കെട്ടിക്കൊടുത്താണ് കേട്ടോ ഈ സംഭവം. പിന്നെ മാലാഖ ഉണ്ട്, മാലാഖ. അപ്പോൾ ഈ ഒരു റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കാത്തിരിക്കുക. പിന്നെ ഇത് പുതിയ ഷർട്ടാണ്. ഇത് എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? എനിക്ക് ചേരുമല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടീഷർട്ടാണ് എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. ഷർട്ട് കൊള്ളാല്ലേ? അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ബൈ, അടുത്ത വീഡിയോ കാണാം.